വെട്രിമാരൻ പ്രസൻസ് മാസ്ക്. ഇത് ആൻഡ്രിയുടെ പ്രൊഡക്ഷനാണ്. ആക്ച്വലി വെട്രിമാരൻ ഇതിൻ്റെ പ്രൊഡ്യൂസറൊന്നും അല്ല. പക്ഷേ വെട്രിമാരൻ പ്രസൻസ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത്. പിന്നെ വെട്രിമാരൻ്റെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള അന്യൻ മീമൊക്കെ ഈ സിനിമയുടെ ആ ഒരു സ്ക്രീനിങ്ങിൻ്റെ ഇടയിൽ നടന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷൻ ആക്ച്വലി അവർ വളരെ ഹറിബറി ആയിട്ട് റിലീസ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇത് കുറച്ചും കൂടി സമയം എടുത്തിട്ട് അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആവേണ്ട പടമായിരുന്നു. കാരണം എനിക്ക് ഈ സിനിമയുടെ കഥ നന്നായിട്ട് എനിക്ക് ബോധിച്ചു. എനിക്ക് ഈ ടെംപ്ലേറ്റിൽ വരുന്ന പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. കൊറിയൻ പടമായിട്ടുള്ള ഗേൾ സ്കൗട്ട്സ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. പിന്നെ സ്പാനിഷ് സിനിമയായിട്ടുള്ള റിക്കാർഡോ ഡാരിൻ്റെ ഒരു ഹീറോയിക് ലൂസേഴ്സ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. 2019 തോന്നുന്നു ഇറങ്ങിയത്. ആ വർഷം തന്നെ ഇറങ്ങിയ നാനീസ് ഗ്യാങ് ലീഡർ. ഈ സിനിമകളൊക്കെ പിന്തുടരുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ 3 സിനിമകളും കണ്ടവരാണെന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും എന്തായിരിക്കും സംഭവം എന്നുള്ളത്. ഈ സിനിമകൾ മാത്രമല്ല, വേറെയും നമ്മൾ കണ്ട കുറേ സിനിമകളുടെയൊക്കെ ഒരു ഡേജാവു ഫീൽ ആക്ച്വലി ഈ മാസ്ക് എന്ന് പറയുന്ന സിനിമയിലുണ്ട്. എനിക്ക് ഈ സിനിമ നന്നായിട്ട് വർക്കായി, അതായത് ഇതിൻ്റെ കഥ വർക്കായി എന്ന് പറയാൻ കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ പടത്തിൽ. അതിൽ കവിൻ്റെ ക്യാരക്ടർ, നായകൻ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. ഇപ്പോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് എന്തൊക്കെ കേസൊക്കെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്നാൽ അത്യാവശ്യം ക്രൂക്ക്ഡ് മൈൻഡുള്ള, അതായത് എത്തിക്കൽ ഹാക്കർ എന്നാണ് പറയുന്നത്, എത്തിക്കൽ ബ്ലാക്ക് മെയിലർ, അങ്ങനെയുള്ള പല രീതിയിലുണ്ട്. അതായത് ഒരു കേസ് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് പേരെടുത്ത്, രണ്ട് പാർട്ടിയുടെ അടുത്തൊക്കെ ബാർഗെയിൻ ചെയ്ത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലവനല്ല, അന എച്ചല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതായത് നല്ല ആളൊന്നും അല്ല, പക്ഷേ ഊളയല്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഓക്കെ, തമിഴ് സിനിമയിലെ നായകന്മാരെ നമുക്കറിയാമല്ലോ, അങ്ങനെ ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു നായകനൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു അങ്ങനെയൊക്കെ ഒരു കൈൻഡ് ഓഫ് സംഭവമാണ്. ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ്, നായകൻ്റെ ആറ്റിറ്റ്യൂഡ് രസമാണ്. ആരാണെന്നുണ്ടെങ്കിലും എനിക്കൊരു മൈൻഡും ഇല്ല, അത് ആര് വന്നാലും കുഴപ്പമില്ല, എന്താ ഒരു ഭയങ്കര കൂൾ ആറ്റിറ്റ്യൂഡ്. എന്നാൽ ഈ ആറ്റിറ്റ്യൂഡ് ചില സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഇറിറ്റേഷനും ഉണ്ടാക്കും. അതായത് ഇവന് ലൈഫിൽ ചലഞ്ചിങ് ആയിട്ട് വരുന്ന ഒരു സംഭവം ഇല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ആ സമയത്താണ് ആൻഡ്രിയയുടെ ക്യാരക്ടർ അതിൽ പല ഡയമെൻഷനിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ആൻഡ്രിയയുടെ ക്യാരക്ടറിന് നമ്മൾ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നായകനുള്ള കമൽഹാസനോട് ചോദിക്കുന്ന പോലെ നിങ്ങൾ നല്ലവരാ കെട്ടവരാ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ചോദ്യത്തിലേക്കാണ് ആദ്യം പോകുന്നത്. പക്ഷേ സ്റ്റിൽ ഇതൊരു വില്ലൻ ക്യാരക്ടറായിട്ടാണ് ആൻഡ്രിയയുടെ തന്നെ പ്രൊഡക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ നല്ല രസമുള്ള ക്യാരക്ടറാണ്. നായകനെ ആണെന്നുണ്ടെങ്കിലും ഈ മെയിൻ നെഗറ്റീവ് ക്യാരക്ടറിനെയൊക്കെ ആണെങ്കിലും. പിന്നെ അതുകൂടാതെ അതിനകത്ത് വേറെ കുറച്ച് ബാറ്ററി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഗുണ്ടകളുടെയൊക്കെ, അതായത് ക്യാരക്ടേഴ്സ് നല്ല രസമാണ് ഈ പടത്തിൽ. ഈ പടത്തിൻ്റെ ആ ഒരു ഫ്ലോ വരുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ്. എനിക്ക് അതാണ് പിന്നെ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് കാണുന്നത്. കാരണം ഇതിൽ പടത്തിൻ്റെ അടുത്തത് എന്ത് നടക്കും എന്നുള്ളതൊക്കെ ശരിക്കും ചില സിനിമകളിലൊക്കെ നമുക്ക് ഓക്കെ ഇത് അടുത്തതായിരിക്കും ഇത് അങ്ങനെയല്ല. ഇത് പല പല സീക്വൻസ് ആയിട്ട്, അത് പലതും കോമഡി സീൻസാണ്. ഇപ്പം നായികയെ പരിചയപ്പെടുന്നത്, അവർ തമ്മിലൊരു റിലേഷനിലാവുന്നത്, പിന്നെ അതിൻ്റെ തുടർന്ന് നടക്കുന്ന കുറേ കാര്യങ്ങൾ, അതിൻ്റെ ഇടയിലേക്ക് ഒരു റോബറി സീൻ, ഒരു സൂപ്പർ മാർക്കറ്റ് സീൻ. അപ്പോൾ ഇങ്ങനെ ഓരോരോ സീക്വൻസ് ഇങ്ങനെ വരുന്നതൊക്കെ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഇൻ്റർവെല്ല് വരെ സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ അയ്യോ ഇൻ്റർവെൽ ആയല്ലേ എന്നുള്ളൊരു ഫീലായിരുന്നു വന്നത്. അപ്പോൾ അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. സ്റ്റിൽ എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമയുടെ പ്രശ്നമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് ഈ നായകൻ്റെ ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പോൾ നമ്മൾ പറയുമല്ലോ, ഈ നായകൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചില സമയത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ നായകൻ വരെ പെട്ടുപോകുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ഒരു ത്രില്ലർ മൂഡിലാണ് വരുന്നത്. പിന്നീട് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ ഹീറോയിക് ലൂസേഴ്സ്, ഗേൾ സ്കൗട്ട്സ്, ആ സിനിമകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ പ്രശ്നങ്ങൾ. അതായത് നല്ല സംഭവങ്ങൾ കുറേ ഉണ്ട്, പക്ഷെ ഇവർക്ക് പ്രോപ്പറായിട്ട് അത് സെറ്റ് ചെയ്യാൻ ഇവർക്ക് അറിയില്ല. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ഒരു പ്രൊഡക്ഷൻ ഡിലേയുടെ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഇത് റിലീസ് ചെയ്യണം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകളൊക്കെ റിലീസ് ആകുന്നതുകൊണ്ട് ഈ ഒരു സ്ലോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു പ്രോപ്പർ നല്ല ഡേറ്റ് കിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇവർ റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കുറവുകളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ നെൽസൻ്റെ വോയിസ് ഓവറാണ് തുടക്കത്തിൽ കേൾപ്പിക്കുന്നത്. അതായത് ഇവർ സീക്വൻസ് മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവർ ഈ വോയിസ് ഓവറിലൂടെയൊന്നും കഥ പറയാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടില്ല. ഇത് അവസാനം ലാസ്റ്റ് മിനിറ്റിൽ ഇവർ വോയിസ് ഓവറിലൂടെ ഈ സംഭവം കയറ്റി വെക്കുമ്പോൾ ഈ രണ്ട് വോയിസ് തമ്മിലൊക്കെ ഓവർലാപ്പായിട്ട് വരുന്നു. ലിപ്സിങ്ക് എന്ന് പറയുന്ന സംഭവം ഈ പടത്തിലില്ല. അതായത് ലിപ്സിങ്ക് അവിടെ കിടക്കുന്നു, ഇതിൽ വരുന്ന വോയിസ് അവിടെ കിടക്കുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അതാണ് പ്രശ്നം. കാരണം നമ്മൾ സിനിമ കാണാൻ നേരത്തിൽ ലിപ്സിങ്കിൻ്റെ ഇഷ്യൂ, അതിൻ്റെ ഇടയിൽ വോയിസ് ഓവർ കയറി വരുന്നു, അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളൊക്കെയാണ് ഈ പടത്തിലുള്ളത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു പ്രിമിസ്, ആ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടും, പിന്നെ ഇതിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്, നായകനാണെങ്കിലും വില്ലന്മാരാണെങ്കിലും. അങ്ങനെ കുറേ നായിക എന്ന് പറയാനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഈ പടത്തിലില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു രസത്തിലായിട്ട് പോകുന്നതുകൊണ്ട് ആ ഒരു രസംകൊല്ലിയായിട്ട് പോകുന്നത് ഇതിൻ്റെ
മേക്കിംഗ് ആണ്. അതായത് ഭയങ്കര ശോകം മേക്കിംഗ്. ഇവർക്ക് കുറച്ചും കൂടി സമയം എടുത്ത് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് റിലീസൊക്കെ ആയിട്ട് ഈ പടം ഇറക്കിയെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. പക്ഷേ മൊത്തം കളഞ്ഞു വിളിച്ചിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവിൻ നല്ല പെർഫോമൻസ് ആണ്. പുള്ളിയുടെ ബ്ലഡി ബർഗർ നെൽസന്റെ പടമായിരുന്നു, അതും നല്ല പെർഫോമൻസ് ആയിരുന്നു. പടം ഡിസാസ്റ്റർ അടിച്ചു. ഇപ്പോൾ ഈ മാസ്ക് ആണെങ്കിലും അത്ര ഞാൻ പറഞ്ഞല്ലോ ഈ മേക്കിങ്ങിൻ്റെ പ്രശ്നമാണ്. നല്ല കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്കാ മേക്കിങ്ങിൽ ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു സംഭവങ്ങൾ, കവിൻ ആക്ടേഴ്സൊക്കെ ഓക്കെയാണ്. കവിനാണെന്നുണ്ടെങ്കിലും ആൻഡ്രിയ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടർ അവർ നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മാസ് എന്നുള്ള രീതിയിൽ കാണിക്കുന്ന സംഭവങ്ങൾ നെക്സ്റ്റ് സീനിൽ ഇവരത് കോമഡി ആക്കി കളയും. ഇതിൽ ഭയങ്കര ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു സീനുണ്ട്. അതായത് കവിൻ്റെ ക്യാരക്ടറും ആൻഡ്രിയുടെ ക്യാരക്ടറും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ആൻഡ്രിയ എന്ന് പറയുന്നത് ഇത്രയും ഈവിൾ ആയിട്ടുള്ള ഒരു ഡെവിളിഷ് ക്യാരക്ടർ ആണല്ലോ എന്നൊക്കെ വിചാരിക്കും. നെക്സ്റ്റ് സീക്വൻസിൽ ഈ ആൻഡ്രിയുടെയും പിന്നെ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറൊക്കെയാണ് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഈ ബാറ്ററിയുടെ ക്യാരക്ടർ ഒരു ഡയലോഗ് പറയും. അപ്പോൾ ആ ഒരു മെയിൻ സീൻ ഇവർ തന്നെ ഈ സിനിമാക്കാർ തന്നെ അത് കോമഡി ആക്കി കളയുന്നു. അപ്പോൾ എല്ലാം സില്ലി ആയിട്ട് എടുക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. എന്ത് സീക്വൻസ് വന്നാലും സില്ലി ആയിട്ട് എടുക്കുന്നു. പിന്നെ ക്ലൈമാക്സ് വരുന്നു. ക്ലൈമാക്സിൽ വൈ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങൾക്ക് വൈ എന്നുള്ളൊരു ചോദ്യത്തിന് വരുന്ന ഉത്തരം അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇവരെല്ലാ കാര്യങ്ങളും സില്ലി ആയിട്ട് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ വന്നപ്പോഴേക്കും അത് മൊത്തത്തിൽ കൈ വിട്ടുപോയ പോലുള്ളൊരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ടെക്നിക്കലി ഇതിൻ്റെ ഡബ്ബിങ്, ഇതിൻ്റെ ലിപ്സിങ്, ഇത് സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് വരുന്ന ആ ഒരു എഡിറ്റിംഗ് കട്ട്സ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മൊത്തത്തിൽ സമയം കിട്ടിയിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള എല്ലാം ടെക്നിക്കൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ പടത്തിൽ കാണാം. അത് നല്ല രീതിയിൽ ബാധിച്ചിരിക്കുന്നത് പടത്തിൻ്റെ ടോട്ടാലിറ്റിയാണ്. നമുക്ക് ഈ പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ബോറടിക്കാതെ ഫസ്റ്റ് ഹാഫ് പോകുന്നു, സെക്കൻഡ് ഹാഫ് പോകുന്നുണ്ടെങ്കിൽ, അതായത് ഈ പടത്തിൽ ബോറടി എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല കേട്ടോ. നമുക്കിത് കണ്ടിരിക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റഡ് ആവുന്നത് ഇവരുടെ മേക്കിങ്ങിൻ്റെ ഈ പ്രശ്നം കൊണ്ടാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീറോയ്ക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ല ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പോൾ അത് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും സ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും കൂടി ഇവർ ആ ഒരു എന്തുകൊണ്ട് വൈ എന്നുള്ള റീസൺ, പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ, ഹീറോ എങ്ങനെ എസ്കേപ്പ് ആവാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടി പെട്ടെന്ന് ജസ്റ്റ് ഒരു കോമൺ മാൻ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമൊക്കെ നൽകി ഒരു ഇതാക്കി വിടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഭയങ്കര സിനിമാറ്റിക് ലിബേർട്ടി ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അൾട്ടിമേറ്റ്ലി ഈ സിനിമയുടെ കഥയിലേക്ക് കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആൻഡ്രിയുടെ ക്യാരക്ടറും കവിൻ്റെ ക്യാരക്ടറും അവർ തമ്മിലൊരു കണക്ഷൻ വേണം. ആക്ച്വലി ഈ ആൻഡ്രിയ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും അവർക്ക് തന്നെ ഡീൽ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കവിൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്ത് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ച് അതായത് മനസ്സിലായല്ലോ. ഇതിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ ഭയങ്കര വീക്കാണ്. പക്ഷേ രസമുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, രസമുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ രസമായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരുന്നു. ഇതൊരു നല്ല പടമാക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ മേക്കിംഗ് കൊണ്ടും ഇതൊക്കെ കൊണ്ടുവർ കളഞ്ഞു വിളിച്ചതുപോലെയാണ്. സോ ബാക്ക് ടു ബാക്ക് ഡിസാസ്റ്റേഴ്സ് ഫോർ കവിൻ്റെ കാര്യത്തിൽ എനിക്ക് നിരാശയുണ്ട്. നല്ലൊരു നടനായിരുന്നു, ഒരു കാലിബറുള്ള നടനാണ്. അടുത്ത ഇളയ ദളപതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് PR വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷെ പടം ഹിറ്റാവുന്നില്ല, അതാ പ്രശ്നം. അപ്പോൾ മാസ്ക് ഇങ്ങനെയൊക്കെയാണ്.